അറബിക് സാലഡായ ഫത്തൂഷാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കുബൂസ് അഥവാ പീറ്റ ബ്രെഡാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടി ചേർക്കുന്നുണ്ട്. അതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡ് ഡ്രസ്സിങ്ങും കൂടി ഞാൻ ഇതിനു വേണ്ടി ചെയ്യുന്നുണ്ട്. വളരെ ഹെൽത്തിയും അതേപോലെ ടേസ്റ്റിയുമായിട്ടുള്ള ഈ സാലഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം സാലഡിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സിങ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസ്സിലേക്ക് 1/4 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2.5 ടീസ്പൂൺ ഒലീവ് ഓയിലും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർക്കാം. 2 ടീസ്പൂൺ സുമാക് പൗഡറും കൂടി ഇതിലേക്ക് ചേർക്കാം. സുമാക് പൗഡർ നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരം ചെറുനാരങ്ങയുടെ തൊലി ചുരണ്ടിയത് ചേർത്താൽ മതി. പക്ഷേ അത് ചേർക്കുകയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മാത്രമേ ചേർക്കാവൂ, കൂടുതലാവരുത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ തേനും കൂടി ചേർക്കാം. തേനും കൂടി ചേർത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു വിസ്ക് വെച്ചിട്ടോ അതല്ലെങ്കിൽ ഒരു സ്പൂണ് വെച്ചിട്ടോ ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. ഞാനിവിടെ 3 കക്കിരി എടുത്തിട്ടുണ്ട്, അതായത് കുക്കുംബർ. ഇത് അധികം ചെറിയ പീസായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അല്പം വലുതായിട്ട് കട്ട് ചെയ്താൽ മതി. ഇതിൻ്റെ നടുവിലുള്ള ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല, അത് ഇട്ട് കഴിഞ്ഞാൽ വല്ലാണ്ട് വെള്ളം കൂടിയതുപോലെ ഉണ്ടാവും. ഇനി നമുക്ക് തക്കാളി കട്ട് ചെയ്യാം. തക്കാളിയും ഈ പറഞ്ഞതുപോലെ ഉള്ളിലുള്ള വെള്ളമുള്ള ഭാഗം എടുക്കണ്ട, വെള്ളവും സീഡ്സൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇതും കൂടി കട്ട് ചെയ്യാം. ഞാൻ ഇതിൻ്റെ സീഡ്സ് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്, ഇതും കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു റാഡിഷ് എടുത്തിട്ടുണ്ട്. ഈ ഒരു മുഴുവൻ റാഡിഷും ആവശ്യമില്ല, ഒന്നിൻ്റെ പകുതി മാത്രം മതി. ഒരു ചെറിയ കഷ്ണം കാബേജും കൂടി കട്ട് ചെയ്യാം. ഞാനിവിടെ 3-4 ലെറ്റൂസിൻ്റെ ലീവ്സും കൂടി എടുത്തിട്ടുണ്ട്, അതും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇനി ഇതിലേക്ക് 5-6 പുതിനയിലയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ 1/2 ടേബിൾ സ്പൂണോളം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെജിറ്റബിൾസ് എല്ലാം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കുബൂസ് ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ചെറിയ കുബൂസ് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണിത്, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. ഞാനിത് മുഴുവൻ ഇതിലിടുന്നില്ല, ഒരു കുബൂസ് ഫ്രൈ ചെയ്തത് മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. കൂടുതലായാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു ചെറിയ കുബൂസ് ഫ്രൈ ചെയ്തത് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച സാലഡ് ഡ്രസ്സിങ്ങും കൂടി ചേർക്കാം. അത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി 2 സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റേറിയ അറബിക് സാലഡായ ഫത്തൂഷ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഹെൽത്തിയുമാണ്, അതുപോലെ വളരെയേറെ ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്